പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്നുള്ള ചാപ്റ്ററിലെ 6ാമത്തെ ക്ലാസ്സാണ്. നമ്മളിന്നൊരു പ്രോബ്ലമാണ് ചെയ്യണത്. ഓക്കെ, അപ്പം ജസ്റ്റ് പ്രോബ്ലം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ദ ഫോളോവിങ് ഈസ് ദി ബാലൻസ് ഷീറ്റ് ഓഫ് ചന്ദ്രൻ ആൻഡ് ഡേവിഡ് ഹൂ വെർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2 as on 31st December 2010. ബാലൻസ് ഷീറ്റ് നോക്കാം. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ഒരു 15,000 ഉണ്ട്, ബിൽസ് പേയബിൾ 7,000 ഉണ്ട്, റിസർവ് ഒരു 6,000 ഉണ്ട്, ക്യാപിറ്റൽസ് ചന്ദ്രൻ്റെ ബാലൻസ് 18,000, ഡേവിഡിൻ്റെ 16,000 ആണ്, ടോട്ടൽ 34,000. ഇനി ഇവിടെ അസറ്റ് സൈഡ് നോക്കുമ്പോൾ ക്യാഷ് ബാലൻസ് ഒരു 3,000 ഉണ്ട്, ഡെപ്റ്റേഴ്സ് 12,000, അതിന് പ്രൊവിഷൻ കുറയ്ക്കുമ്പോൾ 1,000, 12,000 മൈനസ് 1,000, പുറത്തേക്ക് 11,000. ഇനി സ്റ്റോക്ക് 16,000, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് 12,000, മെഷീനറി എത്രയാണ് 20,000. രണ്ട് സൈഡും ടോട്ടൽ 62,000 വരുന്നുണ്ട്. ഇതാണ് ബാലൻസ് ഷീറ്റ് ഫേമിൻ്റെ. ഇനി അവർ പറയുന്നത് ഫേം ഡിസോൾവ് ചെയ്യുന്നത് 31st December 2010 അസറ്റൊക്കെ റിയലൈസ് ചെയ്യുന്നത് വാല്യൂസ് പറയാം. ഡെപ്റ്റേഴ്സ് ഒരു 10,000 അതുപോലെ സ്റ്റോക്ക് 15,000 റിയലൈസ് ചെയ്യുന്നത്. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് 11,000 അതുപോലെ മെഷീനറി 26,000 ഓക്കെ, യെസ്, ഇതൊക്കെ ഈ എമൗണ്ടിലൊക്കെയാണ് അസറ്റുകളൊക്കെ റിയലൈസ് ചെയ്യുന്നത്. ദെൻ പറയുന്നത് ക്രെഡിറ്റേഴ്സ് വെർ പെയ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. അതായത് ഇവിടെ ക്രെഡിറ്റേഴ്സ് ഉള്ളത് ഏതൊക്കെയാണ്? ഒന്ന് ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ഉണ്ട്. ഓക്കെ, ലയബിലിറ്റീസ് ആയിട്ട് കേട്ടോ. അതിൽ ക്രെഡിറ്റേഴ്സ് 15,000 ക്രെഡിറ്റേഴ്സ് 5% ഡിസ്കൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, പേ ചെയ്യണത്. പിന്നെ റിയലൈസേഷൻ എക്സ്പെൻസ് വരുന്നത് 1,400. ഓക്കെ, അത്രയും തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി എന്തൊക്കെ ഉണ്ടാക്കണം? ലെഡ്ജർ അക്കൗണ്ടിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം, ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കണം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് തയ്യാറാക്കാം. ആദ്യം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? അതെ, റിയലൈസേഷൻ അക്കൗണ്ടിൽ എല്ലാ അസറ്റുകളും റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഏതൊക്കെയാണ് അസറ്റുകളുള്ളത്? ഏതൊഴികെ? ക്യാഷും ബാങ്ക് ഒഴികെ. അപ്പോൾ നമുക്കിവിടെ ഡെപ്റ്റർ ഉണ്ട്. നമുക്ക് ആദ്യം എഴുതാം ഡെപ്റ്റർ. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമുക്ക് ഡെപ്റ്ററിന് എഴുതാം. എമൗണ്ട് എത്രയാണ്? 12,000. ഓക്കെ, അപ്പോൾ ഡെപ്റ്റർ എടുത്തു കഴിഞ്ഞു. പിന്നെ അസറ്റിൻ്റെ മുകളിലെ പ്രൊവിഷനാണത്. ഓക്കെ, അപ്പോൾ അസറ്റ് ഇവിടെ എഴുതുമ്പോൾ അസറ്റിൻ്റെ മുകളിലെ പ്രൊവിഷൻ എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. പ്രൊവിഷൻ ഓൺ ഡെപ്റ്റേഴ്സ് എത്രയാണ്? 1,000. ഓക്കെ, അപ്പോൾ അസറ്റ് എഴുതി, അസറ്റിനുള്ള പ്രൊവിഷൻ എഴുതി. ഇനി സ്റ്റോക്ക് വേറെ അസറ്റ് ആണല്ലോ, നമുക്ക് ഇവിടെ തന്നെ എഴുതാം സ്റ്റോക്ക്. റിയലൈസേഷൻ ഓഫ് ഡെബിറ്റ് സൈഡിൽ നമുക്ക് സ്റ്റോക്ക് 16,000 എന്ന് എഴുതാം. ഇനി ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് ഉണ്ട്. ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് എമൗണ്ട് എത്രയാണ്? 12,000. ഇനി മെഷീനറി ഉണ്ട് 20,000 അല്ലേ? മെഷീനറി 20,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ ക്യാഷ് ഒഴികെ ബാക്കി എല്ലാ അസറ്റുകളും റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അസറ്റ് എഴുതിയ പോലെ എന്ത് ചെയ്യണം? ലയബിലിറ്റീസും എഴുതണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ലയബിലിറ്റീസ് ഉള്ളത്? ക്രെഡിറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആണ്. ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്. ഓക്കെ, ഈ റിസർവ് എഴുതാനുള്ളതാണോ? അല്ല, റിസർവ് ക്ലോസ് ചെയ്യാനുള്ളതല്ല. എന്താണ് അത്? നമുക്ക് പാർട്ട്നേഴ്സിന് വിധിച്ച് കൊടുക്കാനുള്ളതാണ്. ഏത് റേഷ്യോയിൽ? ഇവിടെ പറഞ്ഞിരിക്കുന്ന 3:2 എന്ന് പറഞ്ഞ റേഷ്യോയിൽ വിധിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഏതൊക്കെ ലയബിലിറ്റി മാത്രം റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയാൽ മതി? ക്രെഡിറ്ററും ബിൽസ് പേയബിളും മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ആദ്യം ക്രെഡിറ്റർ എത്രയാണ്? 15,000. പിന്നെ ബിൽസ് പേയബിൾ 7,000. ഓക്കെ, 2 ക്രെഡിറ്റേഴ്സ് എഴുതി നമ്മൾ ഈ അസറ്റുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞു. യെസ്, ഇനി റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഈ അസറ്റൊക്കെ റിയലൈസ് ചെയ്യുന്ന വാല്യൂ നമുക്ക് നോക്കണം. ഡെപ്റ്റേഴ്സ് 10,000, സ്റ്റോക്ക് 15,000, ഫർണിച്ചർ ഫിക്സ്ചേഴ്സ് 11,000, മെഷീനറി 26,000 അത് വിൽക്കുന്നത് അല്ലേ? ജസ്റ്റ് ടോട്ടൽ എമൗണ്ട് ജസ്റ്റ് നോക്കാം. എത്ര വരാം? 10,000 പ്ലസ് 15,000 പ്ലസ് 11,000 പ്ലസ് 26,000. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര വരുന്നത്? 62,000. ഓക്കെ, അപ്പോൾ 62,000 രൂപയാണ് ടോട്ടൽ വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇവിടെ എന്ത് ചെയ്യാം? ക്യാഷ്, കാരണം അസറ്റ് റിയലൈസ് ചെയ്താണല്ലേ. ജസ്റ്റ് ബ്രാക്കറ്റിൽ നമുക്ക് അസറ്റ്
റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അസറ്റ് എഴുതിയാൽ മതി. ഓക്കെ, അത്രയാണ് 62,000 എന്ന് എഴുതാം. കാരണം അസറ്റ് നമ്മളിവിടെ എഴുതുമ്പോൾ അസറ്റ് റിയലൈസ് ചെയ്ത വാല്യൂ ഇവിടെ എഴുതുന്നുണ്ട്, ക്രെഡിറ്റ് സെയിലാണ് എഴുതുന്നുണ്ട്, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതി. ഓക്കെ, ശരി. ഇനി ലയബിലിറ്റി എങ്ങനെ വരുന്നത്? ലയബിലിറ്റി പറയുന്നത് ഇവിടെ ക്രെഡിറ്റേഴ്സ് വെർ പെയ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഇവിടെ എത്രയുള്ളത്? 15,000 ക്രെഡിറ്റേഴ്സ് ഉള്ളത്. അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ 15,000-ൻ്റെ 15% എന്ന് പറയുമ്പോൾ എത്ര വരും? 15,000-ൻ്റെ 5% ആണല്ലേ. അപ്പോൾ 15,000-ൻ്റെ 5% 750 വരിക. അപ്പോൾ ഈ 15,000 ക്രെഡിറ്റേഴ്സിൽ 5% 750 കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ 15,000-ന്ന് 750 ലെസ് ചെയ്യാം. അപ്പോൾ എത്ര വരും? 14,250. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 14,250 രൂപ കൊടുത്താൽ മതി. ഏതാ? ക്രെഡിറ്റർ കൊടുത്താണ് കേട്ടോ, ക്രെഡിറ്റർ. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റർ നമ്മൾ അത്രയും എമൗണ്ടാണ് കൊടുത്തത്. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, ഇവിടെ ക്രെഡിറ്റർ കൊടുത്ത കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ക്വസ്റ്റനിൽ. പക്ഷെ നമ്മൾ എന്ത് കരുതുക, നമുക്കിവിടെ എന്താ പറയുക, വേറെ ലയബിലിറ്റിയും കൂടി ഉണ്ട് ഇവിടെ. എന്താ? ബിൽസ് പേയബിൾ ഉണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് വെച്ച് നമ്മളത് കൊടുത്തില്ല എന്നല്ല കണക്കാക്കേണ്ടത്. അത് കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ ലയബിലിറ്റിയും കൊടുത്തിട്ടുണ്ടോയെന്നൊന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ ബിൽസ് പേയബിൾ 7,000 അതിനെ കുറിച്ച് പ്രത്യേകം ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ എമൗണ്ട് തന്നെ കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കിവിടെ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് തന്നെ ബിൽസ് പേയബിളിൻ്റെ കാണിക്കാം. ബിൽസ് പേയബിൾ എത്രയാണ്? ഫുൾ എമൗണ്ടിൽ കാണിക്കാം. 7,000 രൂപയ്ക്ക് അതും കൊടുത്ത് തീർക്കാം. ഓക്കെ, അതവിടെ എഴുതി ക്യാഷിൻ്റെ. ഇനി ഒരു എന്തെങ്കിലും ഉണ്ടോ? ഇനിയുള്ളത് റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട്, കാണുന്നുണ്ടല്ലോ. റിയലൈസേഷൻ എക്സ്പെൻസ് 1,400 ഇപ്പോൾ എവിടെയാണ് റിയലൈസേഷൻ എക്സ്പെൻസ് വരിക? അതിവിടെ ക്യാഷ് പറഞ്ഞിട്ട് റിയലൈസേഷൻ എക്സ്പെൻസ് എമൗണ്ട് വരുന്നത് 1,400 അല്ലേ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യണ പോലെ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന എമൗണ്ടുകൾ 12,000 പ്ലസ് 16,000 പ്ലസ് വീണ്ടും ഒരു 12,000 പ്ലസ് 20,000 പ്ലസ് 14,250 പ്ലസ് 7,000 പ്ലസ് 1,400. ടോട്ടൽ എത്ര വരും? 82,650 വരും. ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. 82,650 ഡെബിറ്റ് ടോട്ടൽ വരുന്നത്. ഇനി ക്രെഡിറ്റ് നമുക്ക് നോക്കാം. 15,000 പ്ലസ് 7,000 പ്ലസ് 1,000 പ്ലസ് 62,000 അല്ലേ. അത് ടോട്ടൽ വരുന്നത് 85,000 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 85,000 രണ്ട് സൈഡിലും എഴുതണം അല്ലേ. 85,000 രണ്ട് സൈഡിലും എഴുതി. 85,000 എഴുതി. അപ്പോൾ ഇവിടെയാണ് കുറവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്ര വരും? അതാണ് അടുത്ത ബാലൻസ്. അപ്പോൾ 85,000 ഇത് കുറച്ചാൽ മതി. ഇവിടെയുള്ള 82,650 കുറയ്ക്കാം. 82,650 മൈനസ് 82,650 കുറയ്ക്കുമ്പോൾ നമുക്ക് 2,350 കിട്ടും. 2,350 ആ അക്കൗണ്ടിൻ്റെ ബാലൻസ്. അപ്പോൾ ഇവിടെയാണ് ബാലൻസ് വന്നുകൊണ്ട് അത് റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ്. ബാലൻസ് ഇവിടെ വരികയാണെങ്കിൽ അത് റിയലൈസേഷൻ ലോസ് ആണ്. റിയലൈസേഷൻ പ്രോഫിറ്റ് ആണെങ്കിലും റിയലൈസേഷൻ ലോസ് ആണെങ്കിലും അതെന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന ഈ റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. 3:2. ഓക്കെ, നമ്മൾ 2,350 3:2 വീതിക്കുമ്പോൾ എത്ര വരും? അതെ, ചന്ദ്രൻ എന്ന് പറയുന്ന ആൾക്ക് ചന്ദ്രൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, ഞാനിവിടെയുള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തതാണ്, ചന്ദ്രൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 1,410 രൂപയും അതുപോലെ ഡേവിഡിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 940 രൂപയാണ് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ 2,350 രൂപ അങ്ങനെ നമുക്ക് 3:2 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? റിയലൈസേഷൻ അക്കൗണ്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആക്കണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് എഴുതണം അല്ലേ. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ ഉണ്ട്. നമുക്ക് ആദ്യം ഓപ്പണിംഗ് അവിടെ കിട്ടും. ബാലൻസ് ഷീറ്റിൽ കാണാം ഓപ്പണിംഗ് അല്ലേ. ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ ഉണ്ട്. ബൈ ബാലൻസ് ബ്രോ ഡൗൺ ആരൊക്കെയാണ്? ചന്ദ്രൻ്റെ 18,000, ഡേവിഡിൻ്റെ 16,000. ഓക്കെ, ബാലൻസ് ബ്രോ ഡൗൺ 18,000 16,000. ഓക്കെ, യെസ്. അപ്പോൾ അത് ഓപ്പണിംഗ് എഴുതി. ഇനി ഇവർക്ക് എന്തെല്ലാം കിട്ടാണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു, റിസർവ് എന്ന് പറഞ്ഞ സാധനം കണ്ടല്ലോ. ഈ റിസർവ് ഇവർക്ക് വിധിക്കാനുള്ളതാണ്. ഏത് റേഷ്യോയിലാണ്?
3:2. അപ്പം ഈ 6000 വിധിക്കുമ്പോൾ എന്ത് കിട്ടും? 6000 ഇൻറ്റു 3/5. അപ്പോൾ എത്ര വരും? 3600. ആർക്ക്? ചന്ദ്രന് 3600, മറ്റാൾക്ക് അതിൻ്റെ ബാക്കി എത്ര? അതെ, 2400. ഓക്കെ, അപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ല. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്ന വേറെ എന്തായിട്ടുള്ളത്? ഇവിടെ ഈ റിയലൈസേഷൻ പ്രോഫിറ്റ് ഉണ്ട്. നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ കിട്ടിയിട്ടുള്ള ഒരു പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ. ചന്ദ്രന് എത്ര കിട്ടും? 1410, മറ്റാൾക്ക് ഡേവിഡിന് 940 കിട്ടും. അപ്പോൾ ഇതെന്തായിരുന്നു? ഇത് റിസർവ് ആയിരുന്നു. റിസർവ് ഇതെന്തായിരുന്നു? റിയലൈസേഷൻ പ്രോഫിറ്റാണ്. അപ്പോൾ റിയലൈസേഷൻ എഴുതാം നമുക്ക്. റിയലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ വേറെ ഐറ്റംസും വരാനില്ല. നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡും കൂട്ടാം. ക്രെഡിറ്റ് സൈഡ് കൂട്ടാം. 18,000, 3600, 1410 എല്ലാം ആഡ് ചെയ്യുമ്പോൾ 23,010 വരിക. ഓക്കെ, ചന്ദ്രൻ്റെ. ഇനി ഡേവിഡിൻ്റെ 19,340 വരും. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 19,340. അപ്പോൾ ഇവിടെ വേറെ എമൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെയാണ് അവിടുത്തെ ബാലൻസ് വരിക. 23,010, 19,340. ഓക്കെ, അപ്പോൾ അതന്നെ ഇവിടെ ബാലൻസ് വരിക. നമ്മളത് ബാലൻസ് ആക്കി നിർത്തില്ല. എന്ത് ചെയ്യണം? ക്യാഷായിട്ട്, കാരണം ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ലല്ലോ. നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് പാർട്ട്നേഴ്സിനെ പൈസയും കൊടുത്ത് പറഞ്ഞു വിടില്ലേ. ഓക്കെ, അവസാനിപ്പിക്കില്ലേ, ഡിസോൾവ് ചെയ്യല്ലേ. നമ്മൾ ബാലൻസ് ചെയ്തേണ്ട എന്ത് ചെയ്യാം? ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രന് 23,010 രൂപയും ഡേവിഡിന് 19,340 രൂപയും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പരിപാടി അവസാനിപ്പിക്കുന്നു. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റലും അങ്ങനെ കഴിഞ്ഞു. ഇനി ഇതിൽ വരുന്നത് എന്താ? ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ആക്ച്വലി അതൊന്ന് ജസ്റ്റ് ഒന്ന് പെറുക്കിയെടുത്ത് എഴുതിയാൽ മതി. നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ എവിടെയൊക്കെ ക്യാഷ് കാണുന്നുണ്ട്? കണ്ടോ, ഇവിടെ ഒരു ക്യാഷ് കാണുന്നുണ്ട്. ഡെബിറ്റ് സൈഡിൽ ക്യാഷ്. ഈ 3 ക്യാഷ് എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിൻ്റെ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലല്ലേ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ പിറക്കി എവിടേക്ക് എഴുതിയാൽ മതി? ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയാൽ മതി. എന്ത് പറഞ്ഞ് എഴുതിയാൽ മതി? റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. നമുക്ക് എഴുതാം റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 14,250. ദെൻ അഗെയിൻ അത് ഒരുമിച്ച് കൂട്ടി എഴുതിയാലും മതി കേട്ടോ. എല്ലാം കൂടിയിട്ട് റിയലൈസേഷൻ ഒറ്റ എമൗണ്ടിൽ എഴുതിയാൽ മതി. ഒറ്റ ഹെഡിൽ ഒരു എമൗണ്ട് എഴുതിയാൽ മതി ആഡ് ചെയ്തിട്ട്. ഓക്കെ, 7,000. പിന്നെ അവിടെ കാണുന്നത് അഗെയിൻ ഒരു 1400 റിയലൈസേഷൻ 1400. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റിൽ ക്യാഷ് കാണാണ്ടില്ലേ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാം. എന്ത് പറഞ്ഞിട്ടാ? ക്യാഷ് ഉണ്ടോ? ആരുടെ ക്യാപിറ്റലാണ്? ചന്ദ്രൻ ക്യാപിറ്റൽ 23,010. ഓക്കെ, പിന്നെ ഡേവിഡിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? 19,340. ഇതിൽ ആദ്യം ശരിക്കും നമ്മൾ എഴുതേണ്ടത് ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കി ഉടനെ എഴുതേണ്ടത് ശരിക്കും ഓപ്പണിംഗ് ബാലൻസ് ആണ് കേട്ടോ. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് എത്ര ഉണ്ട്? ക്യാഷ് ബാലൻസ് ഇവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലേ 3,000 ഉണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ബാലൻസ് ബ്രോ ഡൗൺ. കാരണം ക്യാഷിൻ്റെ ബാലൻസ് ഇവിടെ അല്ലേ എഴുതുക, ഡെബിറ്റ് സൈഡിലെ ബാലൻസ് എഴുതുക. എത്ര ഒരു 3,000. ഓക്കെ, യെസ്. അപ്പോൾ ഡെബിറ്റിലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നോക്കി നോക്കാം. എത്ര ഉണ്ട് ക്യാഷ്? കണ്ടോ, ക്യാഷ് പറഞ്ഞിട്ടൊരു 62,000 കാണാണ്ടില്ലേ. അത് നേരെ പിടിക്കുക എഴുതാം. ഓക്കെ, റിയലൈസേഷൻ പറഞ്ഞിട്ട് എഴുതാം. റിയലൈസേഷൻ പറഞ്ഞിട്ട് 62,000 എഴുതാം. ഇനി അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ വേറെ ക്യാഷ് ഒന്നുമില്ലല്ലോ ക്രെഡിറ്റ് സൈഡിൽ? ഇല്ല. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തെങ്കിലും ക്യാഷ് ഉണ്ടോ? അതുമില്ല. അപ്പോൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്യാഷ് അക്കൗണ്ടിൽ രണ്ട് സൈഡും കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിൽ നിന്ന് ആഡ് ചെയ്ത് നോക്കി നോക്കാം. എത്ര വരും? ഇവിടെ 65 അല്ല 62,000 പ്ലസ് 3,000 65,000 വരുന്നുണ്ട്. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ വരും 14,250 7,000 ദെൻ 1,400 പിന്നെ 23,010 23,010 പിന്നെ 19,340 എല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 65,000 തന്നെ വരും. ഓക്കെ, രണ്ട് സൈഡും ഈക്വലായിട്ട് വരും. ക്യാഷ് അക്കൗണ്ട് രണ്ട് സൈഡും ഈക്വലായിട്ട് വരും. ബാലൻസ് ഷീറ്റ് ടാലി ആവണ പോലെ രണ്ട് സൈഡും ഈക്വലായിട്ട് വരും. അപ്പോൾ അത്രയാണ് നമ്മൾ തയ്യാറാക്കിയ അക്കൗണ്ടുകൾ. ഒന്ന് റിയലൈസേഷൻ അക്കൗണ്ട്, പിന്നെ ഒന്നെന്താ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ ലാസ്റ്റ് ക്യാഷ് അക്കൗണ്ട്. ഓക്കെ,
ഓക്കെ, താങ്ക് യു.